പണ്ട് അംഗനവാടിയിൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു ബിരിയാണി വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. എങ്ങനെ മറക്കാന്? അംഗനവാടിയിൽ എന്തോ വേണ്ട ബിരിയാണി. മിനിസ്റ്റർ ആരുടെ കൊച്ചുമോനാന്ന് പറഞ്ഞേ? അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാകോം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല, എന്റെ അപ്പാമ്മ പേര് ഓമന. രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല, മിനിസ്റ്റർക്ക് തെറ്റി. എന്നെ കൂടി കൊണ്ടുപോണേ, എനിക്കറിയില്ല ഇതെങ്ങോട്ടാ പോണേ. അയ്യോ അയ്യോ, എനിക്ക് വെള്ളം പേടിയാണ്, എനിക്ക് വെള്ളം പേടിയാണ്. ഇങ്ങോട്ട് കേറി പോണ്, ഇതിന് മുകളിലേക്കാ ഞാൻ ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് താഴ്ത്തെത്തും. അവിടെ വഞ്ചി കിടക്കണം. ഞാൻ പോണു, എനിക്ക് പേടിയാ. വയറുവരക്ക് എന്ത് വരുന്ന ഇവിടെ എന്തോ പോലെ അതിന് മരുന്നല്ലോ ഉണ്ടോ? നിനക്ക് എന്തുണ്ടെങ്കിലും അതിൽ ജീരകം വേണം അല്ലേ? ശങ്കുരു അന്ന് ബിരിയാണി അംഗനവാടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക വിളിച്ചെന്ന് കേട്ടത് ശരിയാണോ? എന്നിട്ട് ഈ അംഗനവാടിന്ന് പറഞ്ഞു വിട്ടെന്ന് ഞാൻ കേട്ടല്ലോ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് അംഗനവാടിയിൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു ബിരിയാണി വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കി കേരളത്തിലെ എല്ലാ അംഗനവാടിയിലും അന്ന് ബിരിയാണി എത്തി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം കൊണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വൈറലായിട്ടുണ്ട്. നമ്മുടെ ബിന്ദു കൃഷ്ണ, മിനിസ്റ്റർ ബിന്ദു കൃഷ്ണനെ ഒന്ന് തിരുത്തി ഇതാ വീണ്ടും ഒന്ന് വൈറലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ആളെ തന്നെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ ശങ്കുരു ഇങ്ങോട്ട് വരിക. ബിരിയാണി ശങ്കുരു അല്ലേ? എന്തിപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പം ആരാ മിനിസ്റ്റർ എന്താ പറഞ്ഞേ? മിനിസ്റ്റർ ആരുടെ കൊച്ചുമോനാന്ന് പറഞ്ഞേ? അറബി പറയണ? നീ ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ എന്നോട് പറഞ്ഞേ. ആരുടെ കൊച്ചുമോനാന്ന് ക്ലിയർ? അവർ കേൾക്കൂല, ഒന്നുകൂടി പറയാമോ? അല്ല ശരിക്കും അപ്പൊ ആരുടെ കൊച്ചുമോനാ? റീന തങ്കപ്പന്റെ ഓമനയുടെയും കൊച്ചുമോനാണ്. രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല. മിനിസ്റ്റർക്ക് തെറ്റി, നമ്മളപ്പ അവിടെ തിരുത്തി കൊടുത്ത്. എന്നിട്ട് ശങ്കുരുവിനെ എന്നിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ വെറുതെ പറഞ്ഞാണല്ലേ? സ്കൂളിൽ പോവാൻ നേരത്ത് പറഞ്ഞിട്ടും പോയതാണ്, അല്ലാണ്ട് ഞങ്ങൾ ആരും പുറത്താക്കിയിട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ, ഇതാണോ ശങ്കുരുവിന്റെ നാട്? നീ വരുന്നത് ആരാ? ഈ അവനറിയില്ലേ? ഈ സൈക്കിളിൽ കയറാൻ തോന്നണ്ടാ? എനിക്ക് എന്റെ വീട്ടിൽ സൈക്കിളുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു ഹായ് കൊടുത്തേക്ക്. ഹായ്. അപ്പൊ ശങ്കുരു അപ്പൊ അറിയില്ലെന്ന് പറഞ്ഞത് കള്ളത്തരോന്നോ പറയണത്. അപ്പൊ ഇതാരത്? ഇതാരാ? പേരറിയത്തില്ലെന്നാ കൊച്ചു പറഞ്ഞേ. അത് നേരാ കേട്ടോ. എന്താ ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, ഞങ്ങൾ ഇത്തിരി പണിയിലാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാന്ന് പറ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. ഓക്കെ ബൈ. അപ്പൊ ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താ ശങ്കുരു? ഇത് ഓച്ചിറയാണോ സ്ഥലം? ഓച്ചിറയാണോ? ഓക്കെ, ഓച്ചിറ കിണറുമുക്ക്, ഇതാണ് ആ സ്ഥലം. ഓക്കെ, ഏത് പഞ്ചായത്താന്നൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഈ തിരക്കിട്ട ജീവിതത്തിന്റെ ഇടയിൽ അതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ കായലുണ്ടോ? കായലുണ്ടോ? എവിടെ? അവിടെയാണോ? അതെനിക്ക് കാണിച്ചു തരുമോ? എന്നാ വാ കാണിച്ചു. ഓക്കെ. ശങ്കുരു ഇതെന്താ? 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 ഇത് മാങ്ങയാണോ? ഇത് പക്ഷെ ഇത് കാലേ കൊള്ളൂ. ആ കാല് കൊണ്ട് മുറി ഞാൻ ഇതേ ചവിട്ടിയപ്പോ കാല് കൊണ്ട് ശങ്കുരുവിന്റെ കാലേ കൊണ്ടാ ഇത് ചവിട്ടിയപ്പോഴാ?
അത് മാറി നാരങ്ങാ നീര് ചേച്ചപ്പം. ഓ നാരങ്ങ നീര് തേച്ചപ്പോ മാറി. ഇത് ശങ്കുരുവിന്റെ കാലിയെ കൊണ്ടിട്ട് ആ കാല് ഇപ്പൊ മാറി. ഇപ്പൊ മാറിയോ? ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നാരങ്ങ നീര് പറ്റി അപ്പൊ മുറിവ് മാറും അല്ലേ? അപ്പൊ പക്ഷെ എന്താണ് മുള്ളു കൊണ്ടാലേ മടുത്തോളൂ. പക്ഷെ അല്ലെങ്കിൽ മുറിവാണെങ്കിൽ പുകയും നമ്മുടെ കൈ. എന്റെ അമ്മോ, മുറിവാണെങ്കിൽ പുകയോ? കളയത് അന്ന് കളഞ്ഞേക്കാം. ഓക്കെ, ഇത് അങ്ങോട്ട് ഇട്ടേക്കാം, ഇവിടെ ഇടണ്ട. ഇനി ആരെങ്കിലും കാലിയൊക്കെ ഉണ്ടല്ലോ. ഓ എന്തൊക്കെ അറിവുകളാ അല്ലേ? അപ്പൊ നമ്മുടെ കാലില് മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നാരങ്ങ നീര് പറ്റിയാ മാറുന്ന ആരാ പറഞ്ഞു തന്നെ? ഇത് ശങ്കുരുവിന് ആരാ പറഞ്ഞു തന്നെ? എനിക്ക് വയറുവേദനയുടെ എല്ലാത്തിന്റെ മരുന്നറിയാം. വയറുവേദനയ്ക്ക് എന്ത് വരുന്ന? ജീരകം ഉപ്പിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി, ചൂടുവെള്ളം തിളപ്പിച്ച്. എന്റെ ദൈവമേ, എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ? വയറുവേദന വന്ന ഇത് കേട്ടോ, ബിരിയാണി ശങ്കുരു പുതിയ അറിവ് തരുന്നു. വയറുവേദന വന്ന എന്താ ചെയ്യണ്ടേ? ജീരകം ഉപ്പിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കണം. പിന്നിട്ട് ചുമ വന്നു കഴിഞ്ഞാൽ എന്തുവാന്നാ, പനിയും ചുമയും വന്നു കഴിഞ്ഞാൽ പനിക്കൂർക്ക എടുത്ത് കുടിക്കണം. പനിയും ചുമയും വന്നാൽ പനിക്കൂർക്ക് എടുത്ത് കുടിക്കണം. ഇനി വേറെ എന്ത് മരുന്നൊക്കെ അറിയണം? ഇത് അങ്ങോട്ട് നോക്കി പറ, നമുക്ക് എല്ലാവരും കേൾക്കട്ടെ. വേറെ എന്ത് മരുന്ന്? ചുമക്ക് എന്താ ചെയ്യണ്ടേ? ചുമ വന്നാ പറഞ്ഞല്ലോ, ചുമയുടെ പറഞ്ഞല്ലേ? പക്ഷേ എനിക്ക് ഓർമ്മക്കുറവുണ്ട്. ഈ ഓർമ്മക്കുറവിന് എന്തെങ്കിലും മരുന്നുണ്ടോ? ജീരകം മാത്രം ചവച്ച്, ജീരകം മാത്രം ചവച്ച് തിന്നു കഴിഞ്ഞാൽ ഓർമ്മക്കുറവിന് മരുന്നുണ്ട്. എടാ ഇതൊക്കെ ആരാ ശങ്കുരുവിനെ പഠിപ്പിച്ചു തന്നെ? എനിക്ക് തന്നെ അറിയാം. ശങ്കുരു, ഇതെന്ത് പൂവാ? അറിയത്തില്ല. തേനുള്ള പൂവാണ്. തേനുള്ള പൂവാണല്ലേ? തേനുള്ള പൂ ഞാൻ എപ്പോഴും തേനുള്ള പൂ എടുത്ത് കുടിക്കും. ആണോ? എപ്പോഴും എടുത്ത് കുടിക്കുവോ? നീ എത്ര പൂമ്പാറ്റയാ? എനിക്ക് തേനാ ഇഷ്ടം. തേൻ ഇഷ്ടമാണോ? തേനിന്റെ അകത്ത് എന്തുവാ മുട്ടായുടെ കൂട്ട് എന്തുവാ മൈദ ഇട്ടത്തില്ല. മൈദ ഇട്ടിട്ടില്ലേ? ഓ, അതുകൊണ്ടാ കുടിക്കുന്നത്. അതുകൊണ്ടാണോ കുടിക്കുന്നേ? ഇതെന്താ? നാരങ്ങ. ഇതാണോ നാരങ്ങ? ഇതെന്തിനാ ഉപയോഗിക്കണേ? നാരങ്ങ എന്തിനൊക്കെ ഉപയോഗിക്കണേ? മുള്ളുണ്ടതിനാ തേക്കണം. മുള്ളുണ്ട് കഴിഞ്ഞാൽ തേക്കണം. പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാനും. നാരങ്ങ വെള്ളം കുടിക്കാനും ഈ നാരങ്ങയാണോ ഉപയോഗിക്കണേ? ഓക്കെ ഓക്കെ. എന്താ അത് പഴുത്തിട്ടില്ല, നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പഴുക്കം നോക്കാം. ഓക്കെ ശങ്കുരു, ഇതാണോ കായല്? ഇവിടെ ഇതിൽ നിറച്ചു വെള്ളമാണോ? കൊറേ ആഴമുണ്ട്. കൊറേ ആഴമുണ്ടാ? എന്നാ ഞാൻ വെള്ളത്തിൽ ചാടി ഒന്ന് നീന്തിയാലോ? പറ്റത്തില്ല, അതിനകത്ത് ഷാർക്കുണ്ട്. ശരിക്ക്? അയ്യോ എനിക്ക് പേടിയാണ്. ഷാർക്കുണ്ടാ? ഷാർക്ക് വെള്ളത്തിന്റെ അടിയില് ജീവിച്ചിരിക്കത്തുള്ളൂ. കര വന്നു കഴിഞ്ഞാൽ ചത്തു. ആര്? ഷാർക്കും മീനുകളും. അതെ ആരൊക്കെ എന്ത് ചോദിക്കണ്? സ്കൂളിൽ പോയില്ലേന്ന്? സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോയില്ല. എന്റെ കായല് കാണിക്കാൻ കൊണ്ടോണേ? കുറച്ചും കൂടി ദൂരെയുള്ളൂ. എവിടെ? കായലിലേക്കാ? പക്ഷെ അവിടെ ഷാർക്കില്ല. എനിക്ക് പേടിയാണ് ഷാർക്കിനെ. ഷാർക്ക് കരയിൽ വന്നു കഴിഞ്ഞാൽ ചത്തുവത്തില്ലേ? ഷാർക്ക് കരയിൽ വന്ന് ഞാനും ചത്തുവും പേടിച്ചിട്ട്. ഷാർക്കല്ലേ ചത്തു? ഷാർക്കാണ് ആവുന്നേ. ശരിയല്ലേ, ഷാർക്ക് അങ്ങനെ കരയിൽ നിൽക്കൂല്ലേ? ഈ വെള്ളം എന്താ പച്ച കളറ്? അഴുക്കായി, മണ്ണ് കയറി. അഴുക്കായ? ഈ നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങി നടന്ന എന്താ പറ്റിയ? കാലിനകത്ത് അഴുക്കേറിയിട്ട് നഖം വെട്ടേണ്ടി വരും. കാലിനകത്ത് അഴുക്ക് കയറിയിട്ട് നഖം വെട്ടേണ്ടി വരും. അറിവുകളുടെ ഒരു കൂമ്പാരമാണല്ലേ ഇത്. എവിടെ നിന്ന് ഇത്ര അറിവ് കിട്ടണേ? ഞാൻ എപ്പോഴും കയ്യില് വരും. അതിന്റെ അപ്പുറത്തൂടെ കയറി ഇട്ട് ഒരു സാധനമുണ്ട്. ആ കട്ട കയറി നിന്നാ മതി. എല്ലാവർക്കും കയ്യില് കുറെ നേരം കാണാം. കായൽ കുറെ നേരം കാണാമോ? ഏത് കട്ടയിൽ കയറിയിരിക്കണം? വാ, ഞണ്ട് പോണു. കണ്ടോ? ഞങ്ങളുടെ മീനിയൊക്കെ പിടിക്കാൻ വിടുന്നു. ഓക്കെ വാ നടക്ക്. നടക്കാം. എന്നെ കൂടി കൊണ്ടുപോണേ, എനിക്കറിയില്ല. ഇതെങ്ങോട്ടാ പോണേ? അയ്യോ അയ്യോ, എനിക്ക് വെള്ളം പേടിയാണ്. എനിക്ക് വെള്ളം പേടിയാണ്. അയ്യോ ഞാൻ തിരിച്ചു പോണേ. വെള്ളത്തിനകത്തല്ല ഇത്. ഇതൊരു കട്ടയാ. ഓക്കെ സൂക്ഷിച്ച്. കണ്ടോ? അയ്യോ ഞണ്ട് എന്നെ കുത്തോ? ഇല്ല ഇല്ലേ? വരട്ടെ അങ്ങോട്ട്. വാ അടിപൊളിയായിട്ടുണ്ടല്ലോ. വലിയൊരു കക്ക. എവിടെ എവിടെ കക്ക എവിടെ? ഞാനത് എടുക്കട്ടെ. നമുക്ക് കക്ക എടുത്തോ. ഇവിടെ ആരാ ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടണേ? എല്ലാരും പ്ലാസ്റ്റിക് കുപ്പി ഇടുക. പ്ലാസ്റ്റിക് കുപ്പി. ഞണ്ട്. അയ്യോ ഇതൊക്കെ കക്കയാണോ? ഇത്
കക്കയാണോ? ആണോ? ഈ കക്കേനെ ആരെങ്കിലും പിടിക്കുവോ? നമുക്ക് പിടിക്കാം. പിടിക്കാം. അന്ന് നോക്ക്, ഇവിടെ ഇവിടെ കായലിനകത്തുണ്ട്. കായലിനകത്തുണ്ടാ? ആ അത് അവൻ പറഞ്ഞേട്ടാ അത് ചത്ത കക്കയെന്ന്. നമുക്ക് വേറെ നോക്കാം. ഇത് ദൈവത്തിന്റെ കട്ടയാ. ദൈവത്തിന്റെ കട്ടയോ? ഇതോ? ഇതോ? അമ്പടാ, എന്തൊക്കെയാ ശങ്കുരു എന്തൊക്കെയാ പഠിപ്പിച്ചെന്നെ. ശങ്കുരു ഇവിടെ ഞണ്ടുണ്ട്. എനിക്ക് ഞണ്ടിനെ പേടിയാണ്ടാ. ഞണ്ട് കുത്തുവോ? ഇല്ല. അവിടെ ഒരു കക്ക. ആ ഇതിവിടെയും കക്കയുണ്ടല്ലേ. ഇതൊക്കെ ചീത്തയായ കക്കയല്ലേ? തുറന്നു നോക്കട്ടെ. ഇതിനകത്ത് ഇല്ല. കൊണ്ടുപോണോ? അടുത്ത കക്ക വെള്ളത്തിന്റെ അവിടെ കിടക്കുന്നുണ്ട്. എടാ നീ നൈസായിട്ട് എന്നെ കൊണ്ട് കക്ക വാരിക്കണേണോ? കക്ക നമുക്ക് വറുത്തില്ല. നമുക്ക് അതിനു വേണ്ടി എന്നെ കൊണ്ട് വാരിക്കണല്ലേ. എറണാകുളത്തുനിന്ന് ഇവിടം വരെ വന്ന് ഇതേ കുപ്പിച്ചില് അതെടുത്ത് കളയി. അങ്ങോട്ട് ഇതെടുത്ത് കളയി. ഇതെടുത്ത് അങ്ങോട്ട് കളയി. അതെടുത്ത് അങ്ങോട്ട് കളയി. ഇതങ്ങോട്ട് കളയാ? ഓക്കെ. ഞാൻ ഒരു കക്കയും കൂടി എടുക്കട്ടെ. ആ വെള്ളത്തിന്റെ അകത്തുനിന്ന് കക്ക എടുക്ക. ഇതൊക്കെ ജീവനുള്ളതാണല്ലേ? ജീവനുള്ളിയാ? ആണോ? അമ്പടാ, നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. കൊറേ കക്ക എടുത്തോ? കുഴപ്പമില്ല. വേണ്ട, ഇത്രയും മതി. വെള്ളം ഇവിടെ മഴ വന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോണെങ്കിൽ എന്താന്നൊരു ഓല വെച്ച് ഒരു ബോട്ട് ഉണ്ടാക്കണം. ഓല വെച്ച് ബോട്ട് ഉണ്ടാക്കണം അല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, എന്നെ കൊണ്ടുപോണേ അങ്ങോട്ട്. ചാടി കുളിക്കായിരുന്നു, പക്ഷെ എന്തോ എനിക്കൊരു പേടി. അല്ലെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വന്നാലോ? ശങ്കുരു, ഇതെന്താ ശങ്കുരു? ഇവിടെ എന്താണ്ടൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എന്ത് കായാണ്? ഇത് കണ്ടോ? ഇതൊക്കെ എന്താ? വളരാനുള്ള മുന്തിരിങ്ങയാ. വളരാനുള്ള മുന്തിരിങ്ങയാണോ? അത് അവിടെ ഇരിക്കട്ടെ, അത് വളരട്ടെ. അതൊന്നും പറിച്ച് ഇതേക്കതാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. ശങ്കുരു, ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഗ്രൗണ്ടിൽ കേറാം നമുക്ക്. ആ ഗ്രൗണ്ടില്. ഓക്കെ, ബൈ ബൈ ചേട്ടാ. എനിക്ക് ഫുട്ബോൾ ഉണ്ട്. നിനക്ക് ഫുട്ബോൾ ഉണ്ടോ? അന്ന് നമ്മൾ ഇന്ന് ഫുട്ബോളൊക്കെ കളിച്ച് കൊറേ കഴിച്ചിട്ട് എനിക്ക് ഇങ്ങനെ അടിക്കുമ്പേ ഇവിടെ എന്തോ പോലെ. അതിന് മരുന്നല്ലോ ഉണ്ടോ? അതിന് ജീരക ഉപ്പും ചവച്ചരച്ചിരുന്നാ മതി. ജീരക ഉപ്പും. നിനക്ക് എന്തുണ്ടെങ്കിലും അതിൽ ജീരകം വേണം അല്ലേ? ഇതെന്ത് പൂവാന്ന് പറയാമോ? ഇതെന്ത് പൂവാന്ന് അറിയാമോ? ഈ റെഡ് കളറില് ഈ പൂവിന്റെ പേരറിയാമോ? എടാ, ഇത്രയും അറിവുണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ആൾക്കാരുടെ മുമ്പിൽ എന്തായി? ഇത് ചെമ്പരത്തി അല്ലേ? ആ ചെമ്പരത്തി. വാ, താമര ഉണ്ടാണോ എവിടെ? താമര ഞങ്ങളുടെ വീട്ടിലുണ്ട്. അമ്മ കുമ്മക്കുഴിയില്. എവിടെ? കുമ്മക്കുഴി. അതെവിടെയാ സ്ഥലം? ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താണോ? കിണറുമുക്കിന് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അവിടെ വഞ്ചി കിടക്കുന്നു, ബോട്ട് കിടക്കുന്നു. നമുക്ക് പോയി ആ ബോട്ട് പൊക്കിക്കൊണ്ട് നമുക്ക് കയ്യിൽ പോയി ഇറങ്ങാം. അവിടെ കുറെ ഞണ്ടുണ്ട്. ഞാൻ പോണു, എനിക്ക് പേടിയാ. എന്താ ഞണ്ട് ഇറക്കൂലേ? കടിക്കത്തില്ല. നമുക്ക് അതിനെ പൂട്ടി വെച്ചേക്കുവാ. ഞണ്ടിനെ പൂട്ടി വെച്ചേക്കണ? ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ എങ്ങാനും ഞണ്ട് കുത്തിയാൽ ഇവിടെ ഇടി നടക്കൂടാ. ഒരു വല എടുക്ക്. വലേ? നമുക്ക് ഫിഷിനെ പിടിക്കാം. ഫിഷിനെ പിടിക്കാം? വല? ഈ വല കൊണ്ട് എങ്ങനെ പിടിക്കുക ഫിഷിനെ? നമുക്ക് വല കാണാം. ഇതുകൊണ്ട് എങ്ങനെ പിടിക്കുക? എറിഞ്ഞാ മതി, കുറെ ഫിഷിനെ കിട്ടും. ഇത് എറിഞ്ഞാ മതിയോ? എടുത്തോണ്ട് പൊക്ക്. ഇത് ഇപ്പൊ പൊക്കിയ ആൾക്കാര് നമ്മളെ ചീത്ത പറയോ? ഇല്ല. ഇല്ലേ? ഇതൊക്കെ ശങ്കുരുവിന്റെ പരിചയമുള്ള ഏരിയയാണോ? ശങ്കുരു വേറെ സൂത്രം കാണിച്ചേ. ഇന്ന് ഞങ്ങളൊരു ഞണ്ടിനെ പിടിച്ചിട്ടാണ് കാര്യമുള്ളൂ അല്ലടാ? പണ്ടെങ്കിൽ പറയണേ. ഇത് ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇതിൽ കൂടി നോക്കാം. അല്ല, നമുക്ക് ഒരു ഐഡിയ കിട്ടി. എന്താ കിട്ടിയേ ഐഡിയ? എന്താ? നമുക്ക് വെള്ളത്തിൽ പോയിട്ട് അവിടുന്ന് പിടിച്ചെടുത്തോണ്ട് വരാം. നല്ല ഐഡിയ. നിനക്ക് നീന്താ അറിയോ? അല്ല, നീ നാട്ടുകാരുടെ തല്ലും കൂടി എന്നെ കൊള്ളിച്ചു തന്നെ. അല്ല, ഇതേ വെച്ച് പിടിക്കാം. വല വെച്ചാ? അല്ല, ഇതേ വെച്ച്. ഇത് വെച്ചാ?
വെള്ളത്തിന്നാ ആ വാ വാ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാ. നമുക്ക് ഇനി ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. അതിട്ടാ ഇതെന്താന്നറിയോ? അറിയാം. എന്താ? എന്തുവാണ് വെള്ളത്തിനകത്ത് പോലെ ഫാൻ. വെള്ളത്തിൽ പോണ ഫാൻ. അതായത് ഈ ബോട്ട് ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ ഇത്? നമുക്ക് അകത്ത് കയറി നോക്കാം. അകത്ത് കയറണ്ട. അതിൽ വെള്ളം മഴ ചെയ്തിട്ട് വെള്ളം അതിനകത്ത് അറച്ചു. നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇനി ശങ്കുരുവിന്റെ കളിപ്പാട്ടം കാണാനുണ്ട്, കുറെ പരിപാടികളുണ്ട് ഇല്ലേ? ബാ ഒന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയാണോ ശങ്കുരു ഫുട്ബോൾ കളിക്കാൻ തന്നെ? അതിനപ്പുറത്ത്. ഇവിടെ ചേട്ടന്മാരാണോ ഫുട്ബോൾ കളിക്കുന്നത്? ചേട്ടന്മാരും ചേട്ടൻ ഞങ്ങൾക്ക് ബാ. ചേട്ടന്മാരില്ലെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കോ? ഓ ഇത് അടിപൊളി സ്ഥലമാണല്ലോ, നല്ല രസമുണ്ട്. ഇവിടെ ഈ വലയെ തട്ടിയാലാണോ ജയിക്കണേ? ഓ ഇവിടെ ആരാ നിൽക്കാറ്? ഇവിടെ ആരാ നിൽക്കണേ? ബോൾ പിടിക്കാൻ നിൽക്കണേ? ഒരാള് നിൽക്കും അല്ലേ? ബോൾ എറിഞ്ഞിട്ട് അവര് പിടിച്ചില്ലെങ്കിൽ അവര് ജയിക്കും. പിന്നിട്ട് അവര് തോക്കും. ഓക്കെ. എനിക്ക് ഇനി ഇവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി തരൂ. അതിന്റെ അകത്ത് നമ്മുടെ വീടുണ്ട്. കുട്ടി ഇത് കൊള്ളാലോ. ഇതെന്താ? നമുക്ക് കേറി നോക്കാം. നമുക്ക് കേറി നോക്കാം. പിന്നെന്താ? ശ്രീതോമനാണോ? ശ്രീതോമ നമസ്കാരം. അവിടെ കുറെ പേരുണ്ടല്ലോ. ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ എനിക്ക്. എവിടെ സായി ചേട്ടൻ? എവിടെ? ഇതാണോ സായി ചേട്ടൻ? നിരഞ്ജൻ ചേട്ടൻ. ഉണ്ണിയേച്ചി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതാരാ? ശ്യാമള മാമി. ഇതാരാ? വൈശൂട്ടന്റെ അപ്പൂപ്പൻ. അമ്പടാ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. വൈശൂട്ടന്റെ അപ്പൂപ്പനാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. ഓക്കെ കേറി നോക്കാം. ഇതാരാന്ന് പറഞ്ഞേ? സരളക്കുട്ടി. അവിടെ ബോളുണ്ട്. എനിക്ക് എന്തൊരു കൊട്ടാരം കാണിച്ചു തരാൻ കൊണ്ടോണേ. അതിന്റെ അകത്ത് കേറാൻ എനിക്ക് പേടിയാണല്ലോ. ഇതിന്റെ അകത്ത് ബോളൊക്കെ ഉണ്ടല്ലോ. ആദ്യമേ ഷൂരിടണം. എന്നിട്ട് ഇങ്ങോട്ട് കേറി പോണ്. വെറും സിമ്പിൾ ആണോ? എടാ നിനക്ക് സിമ്പിളാണ്, എനിക്കിത് സിമ്പിൾ അല്ല. ദേ കേറി പോയി. എങ്ങോട്ട്? അതിനകത്തേക്കാ? എനിക്ക് പേടിയാണ്. എനിക്ക് പറഞ്ഞു തരുമോ എങ്ങനെ കയറേണ്ടതെന്ന്? ഇതിന് മുകളിലേക്കാ? ഞാൻ ഇതിലേക്ക് എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് താഴ്ത്തെത്തും. ആണോ? എനിക്കൊരു ബോൾ എടുത്ത് തരുമോ? ഓ അമ്മേ, ഈ ബോളൊക്കെ ഇവിടെ ഉള്ള വെക്കണേ? ബാറ്റ് വേണ്ട. ദേ മഴ തന്നെ. ഇല്ലേ മഴ തന്നെ. വേറെ ഇറങ്ങിക്കോ. തിരിച്ചിറങ്ങുന്ന എങ്ങനെ? ഓക്കെ. എനിക്ക് പേടിയാണ് കണ്ടിട്ട്. തിരിഞ്ഞു നിന്നിട്ട് കുറ്റി. ഓ ഇത് സ്ഥിരമാണല്ലോ ഇപ്പൊ ഇവിടെ. ഓ എന്റെ അമ്മ. അങ്ങനെ ശങ്കുരുവിന്റെ ഇതൊന്ന് നേരെ ആക്കട്ടെ. സൈക്കിൾ കൂടി കാണിച്ചാ കുട്ടി. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. സൈക്കിൾ ഇവിടെ ഉണ്ട്. എവിടെയുണ്ട് സൈക്കിൾ? ഇവിടെ ഉണ്ടോ? ഇതാരാ? ആരാണ്? ചേച്ചിയുടെ അച്ഛമ്മയാണോ? ഓക്കെ. ആണോ? അമ്പടാ കൂട്ടുകാരനാ. ഞാൻ കൂട്ടുകാരനാണ്. മുടിയൊക്കെ ഉള്ള ഇപ്പൊ കൊച്ചിനെ തെറ്റിദ്ധരിച്ച എല്ലാവരും. എടാ മഴയല്ലേ വന്നേ? മഴ. ഓടിക്കോ. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ബിരിയാണി ശങ്കുരു ഉണ്ട്. ഇപ്പൊ ബിരിയാണി ശങ്കുരു എന്നുള്ള പേരൊക്കെ മാറി അല്ലേ? ശരിക്കും പേര് ത്രിജൽ എന്നല്ലേ? ത്രിജൽ. ഇപ്പൊ എന്താണ് സംഭവം? നമ്മൾ അന്ന് ഞാനിവിടെ വന്നത് ശങ്കുരു അംഗനവാടിയിൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിപ്ലവം ഉണ്ടാക്കിയില്ലേ? അപ്പോഴാണ് അന്ന് ഞാൻ വന്നത്. ഇപ്പൊ എന്താ സംഭവം? ശരിക്കും മിനിസ്റ്റർ ആന്റി എന്താ പറഞ്ഞേ? അല്ല. എല്ലാവരും ഇപ്പൊ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാന്നും പറഞ്ഞ് കൊച്ചിനെ കളിയാക്കണാണ്. ഈ മിനിസ്റ്റർ എന്ത് പരിപാടിയല്ല കാണിച്ചേ?
പാവം ആന്റിക്ക് ചിലപ്പോ തെറ്റു പറ്റിയായിരിക്കും അല്ലേ? അല്ല, ഒരാള് പറഞ്ഞു കൊടുത്ത. ചേട്ടാ അതാരാണ് പറഞ്ഞു കൊടുത്തതാണല്ലേ? അയ്യോ, എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നിട്ട് കൊച്ചിനെ ഇപ്പൊ എല്ലാരും കളിയാക്കണേ. എന്നിട്ട് ആരാണ് കളിയാക്കിയ കൊച്ചിനെ? എല്ലാരും കളിയാക്കിയ? എന്തും പറഞ്ഞ്? രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനെ, രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനെന്ന്. രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനെന്ന് വിചാരിച്ച് ഈ മിനിസ്റ്റർ ആന്റി കാരണം ഇപ്പൊ കൊച്ചിന്റെ അവസ്ഥ കണ്ട. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അല്ലേ? ഈ തോക്ക് പൊട്ടുവോ? ഇല്ല. ഓക്കെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല അല്ലേ? ഈ കൊച്ചുമോനെ എന്ന് വിളിച്ച് കളിയാക്കി ഒരു 3 പേരുടെ പേര് പറഞ്ഞേ. ഇന്ന് നമുക്ക് അവരെ പിടിക്കാം. ആരൊക്കെ? കുറെ പേരുണ്ടോ? ആരൊക്കെ? ഒരാളുടെ പേര് പറ. ഉണ്ണിമാമൻ. ആഹാ, ഉണ്ണിമാമ ശരിയാക്കി തരാം. പിന്നെ ആരാ? സോമൻ. 2 സോമൻ. ഇഞ്ഞാരാ? ചെല്ലക്കുട്ടിയാ? ആ വീട്ടിലെ സല്ലക്കുട്ടിയാ? സല്ലക്കുട്ടി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനെന്ന് വിളിച്ചാ? ഇഞ്ഞാരാണ്? പിന്നെ പുതിയ മന്ത്രി ആന്റിയും വിളിച്ച്. തൃപ്തിയായില്ലേ? മിനിസ്ട്രി ലെവലിലാണ് ഇപ്പൊ കൊച്ചിനെ കളിയാക്കിയേക്കണ എല്ലാരും കൂടിയിട്ട് അല്ലെ? ശരിക്കും ആരുടെ കൊച്ചുമോനാണ്? രഘുനാഥ് തങ്കപ്പന്റെയാ? പിന്നെ ആരാ? പിന്നെ വേറെ ആരാ? ലീലാമ്മയോ എന്തൊരു പേര് പറഞ്ഞല്ലോ? ഓമനാമ്മ. ശരിക്കും ഓമനാമ്മയുടെ കൊച്ചുമോനാണ് അല്ലേ? എന്നിട്ടാണ് കൊച്ചിനെ ഇങ്ങനെ ആക്കിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിട്ട് മോൻ എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞോ ഞാനല്ലാന്ന്? അത്രേ പറഞ്ഞോളൂ. പിന്നെന്താ ഉണ്ടായേ? പിന്നിട്ട് ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ കണ്ടു, വൈറലായി. ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് അങ്ങനെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഈ പാവം കൊച്ചിനെ സമൂഹത്തിൽ കളിയാക്കിയിട്ട് എന്നിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാരും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലേ? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. മിനിസ്റ്റർ ആവാൻ താല്പര്യമുണ്ടോ? വലുതാവുമ്പോ വലിയൊരു മന്ത്രി ആവാൻ താല്പര്യമുണ്ടോ? നമുക്ക് തിരിച്ചൊരു റിവെഞ്ച് ചെയ്താലോ? എന്നിട്ട് ആ മിനിസ്റ്റർ ആന്റിയുടെ പേര് നമുക്ക് മാറ്റി പറയാം. ഞാൻ എയ്റോപ്ലെയിൻ ഓടിക്കുന്നേക്കാളും JCB ഓടിക്കുന്നേക്കാളും അത്രേ ആവത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ എയ്റോപ്ലെയിൻ ഓടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ JCB ഓടിക്കും. എന്താണ് എയ്റോപ്ലെയിൻ അവധി കിട്ടിക്കഴിഞ്ഞാൽ JCB ഓടിക്കും. എയ്റോപ്ലെയിൻ പിന്നിട്ട് എന്തുവാണോ എയ്റോപ്ലെയിൻ അവധി കഴിയുമ്പോ അവിടെ എയർപോർട്ടിൽ പോകും. കണ്ട, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ എവിടെ കിട്ടും? ഞങ്ങൾ എയ്റോപ്ലെയിൻ ഓടിക്കും, അവധി കിട്ടുമ്പോൾ നാട്ടിൽ വന്നിട്ട് JCB ഓടിക്കും അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് വീണ്ടും വിമാനം ഓടിക്കും. അടിപൊളി. ഇതാ നിങ്ങള് ആരാണെങ്കിലും ഇതിപ്പോ ഏതെങ്കിലും എയ്റോപ്ലെയിന്റെ കമ്പനിക്കാർ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കേൾക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു തൊഴിലാളിനെ നിങ്ങൾക്ക് ഇനി കിട്ടൂല അല്ലേ? എനിക്ക് എയ്റോപ്ലെയിൻ ഓടിക്കാൻ അറിയാം. എങ്ങനെ? അതൊക്കെ എയ്റോപ്ലെയിനകത്ത് കേറട്ടെ. അതൊക്കെ ആദ്യം എയ്റോപ്ലെയിനകത്ത് കേറട്ടെ അല്ലേ? പക്ഷെ ഖത്തറിൽ എവിടെയോ പോയല്ലോ ഈ അടുത്ത്. അത് എയ്റോപ്ലെയിനിലല്ലേ? ആരാ കൊണ്ടേ? എല്ലാവരും ഉണ്ടായാ? അപ്പാമ്മയും അമ്മാമ്മയും ഓമനയമ്മയും അമ്മാമ്മയുടെ ഒരു റീനാത്തങ്ങപ്പ, അപ്പാമ്മയുടെ ഒരു ഓമന, പിന്നിട്ട് ഞാനും അച്ഛനും ഇത്രയും പേരെ വന്നുള്ളൂ. ഇതിപ്പോ ഫ്ലൈറ്റ് ഫുള്ളായല്ലോ. നിങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ ആ ഫ്ലൈറ്റിനകത്ത്? കുറെ പേരുണ്ടായിരുന്ന? ഓക്കെ, അന്ന് ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു പാട്ട്, ഏത് പാട്ടാണ് ശങ്കുരു എപ്പോഴും പാടുന്നത്? ശങ്കുരു ഇന്നാളും എന്നോട് പറഞ്ഞു ഏതൊരു പാട്ടുണ്ടായിരുന്നില്ല, ശങ്കുരു ഒരു പാട്ട് പാടുന്നു. അത് ഏത് പാട്ടായിരുന്നു ശങ്കുരു? ഒരു പാട്ടുണ്ടല്ലോ ശങ്കുരുവിന് ഇഷ്ടമുള്ളൊരു പാട്ടില്ലേ? അത് ഏതായിരുന്നു? അതൊന്ന് പാടിക്കേ. ഇത് കേട്ടോടാ, ശങ്കുരു ഇന്നാളെ എനിക്ക് പാടി കേൾപ്പിക്കാറ്. ഒന്ന് പാടിക്കേ. ഓക്കെ, റെഡി? ഇപ്പൊ ഈ പാട്ട് ശങ്കുരു ഈ തോക്കും മാത്രം കേട്ടിട്ടുള്ളൂ. ഇനി എനിക്ക് കേൾക്കാൻ പാകത്തിനൊന്ന് ഒച്ചേ പാടുവോ? ആഹാ, അത്രക്കായ? എന്നാ അപ്പം മിഠായി തരും. എടാ, മിഠായിനോട് പുച്ഛം കാണിച്ചാ മേടിക്കല്ലെങ്കിൽ ചേട്ടനെ ഏറിപ്പോവും. മിഠായി മേടിക്ക്. എടാ, മിഠായി മേടിക്കണോ? മതി, മിഠായി വന്നപ്പോ സൗണ്ട് ഒന്നും വേണ്ട. ഇനി പിടിച്ചോ.
ഓക്കെ ഞാൻ വിചാരിച്ച് മിഠായി വേണ്ടായിട്ടായിരിക്കുന്നു. അത് കോവട്ടുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ വീട്ടില് കൊച്ചിനെ വഴക്ക് പറയുന്നത് ആരാണ്? അപ്പൂപ്പന് വെച്ചു. അപ്പൂപ്പ വഴക്ക് പറയോ? അപ്പൂപ്പന് വെച്ചു. അച്ഛൻ വഴക്ക് പറയോ? എന്തിനാ വഴക്ക് പറയണേ? അപ്പൂപ്പൻ സൈക്കിളെന്ന് പറഞ്ഞപ്പോ വഴക്ക് പറഞ്ഞ്. സൈക്കിളിൽ കയറി പറഞ്ഞോണ്ടാ? അല്ല, സൈക്കിളെ കേറിയിരുന്ന് മറിഞ്ഞു വീണു. സൈക്കിളിൽ കയറി മറിഞ്ഞു വീണിട്ടാണോ അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞേ? പിന്നെ അതിന് കുഴപ്പമില്ലല്ലോ. മറിഞ്ഞു വീണാ കുഴപ്പമില്ലല്ലേ? ഡോക്ടറുണ്ടല്ലോ. റോട്ടിലോ? സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണാ കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അപ്പൂപ്പൻ വഴക്ക് പറഞ്ഞേ? ഡോക്ടറുടെ അടുത്ത് പോകാൻ പേടിയുണ്ടോ? സൂചി വെക്കുമ്പോ പേടിയുണ്ട്. സൂചി വെക്കുമ്പോ പേടിയുണ്ട്. സൂചി വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കൊച്ചിന് ഒരുപാട് മരുന്നൊക്കെ അറിയാം അല്ലേ? ഞാൻ സൂചി വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിനെ ഒറ്റ ചവിട്ടി എടുത്തു. ഓക്കെ, സൂചി വെച്ച് കഴിഞ്ഞാ ഡോക്ടറിനെ ചവിട്ടല്ലേ? ഡോക്ടറിനെ മാത്രം ആയിരിക്കുമല്ലേ ചവിട്ടണേ? എന്നെ ഒന്നും ചവിട്ടില്ലായിരിക്കും അല്ലേ? ഞാൻ ചിലപ്പോ കാണിക്കാം. ഓടി കാറി കയറും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സ്കൂളിൽ ആരാണ് ഇപ്പൊ ആരാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? ആരാ? നവീനാണോ? നോവിൻ. ശങ്കുരു അവിടെ കുരുത്തക്കേട് കാണിക്കൂ? ഇല്ല. അവിടുത്തെ ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും നല്ല പയ്യനാരാ? ഞാനും നോവിനും. ഓക്കെ. ഇനി ശങ്കുരുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? നോവിന് മാത്രം. എടാ സ്കൂളിലല്ല, ഇവിടെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? വൈശു. അതാരാ? വൈശൂട്ടൻ. എന്നിട്ട് ഇപ്പൊ എവിടെ പോയി? സ്കൂളിൽ പോയാ? ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മിനിസ്റ്റർ ആന്റി അങ്ങനെ ഒരു പേര് മാറ്റി പറഞ്ഞിട്ട് സ്കൂളിൽ ചെന്നപ്പോ ആരെങ്കിലും കളിയാക്കിയ? ടീച്ചേഴ്സ് ഒക്കെ എന്തു പറഞ്ഞു? എന്റെ പേരല്ല വിളിക്കുന്നത്. ശങ്കു എന്തുവാന്ന് ഇങ്ങനെ മിണ്ടത്തേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ മിണ്ടുന്ന പോലെ. എങ്ങനെ കണ്ടോ? ഒന്നും പേര് ചോദിക്കാതെ അങ്ങ് മിണ്ടോ? അങ്ങനെ പേരൊന്നും വിളിക്കൂല. ഈ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ ചെന്നപ്പോ ആരെങ്കിലും അത് പറഞ്ഞ് കളിയാക്കിയ? ഭാഗ്യം. എന്നാലും ആരും കളിയാക്കിയൊന്നുമില്ലോ. ആ പ്രശ്നം തീർന്നില്ലേ? എന്നിട്ട് ഈ അംഗനവാടിന്ന് പറഞ്ഞു വിട്ടെന്ന് ഞാൻ കേട്ടല്ലോ. അത് കള്ളത്തരം പറഞ്ഞതാ. മന്ത്രിയാന്റെ അല്ല, പാവം, അതറിയാണ്ട് പേരൊന്നും മാറ്റി പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും വേറെ ആരാണ്ടും പറഞ്ഞു ശങ്കുരുവിനെ അംഗനവാടിന്ന് പറഞ്ഞു വിട്ടെന്ന്. അത് ശരിയാണോ? അതാരാന്നോ? ഞങ്ങള് അന്ന് സ്കൂളിൽ നടന്നു പോയത്. സ്കൂളിലേക്ക് നടന്നാണോ പോയേ? എന്നിട്ട് അഡ്മിഷൻ വാങ്ങിച്ചപ്പോ അവിടുത്തെ അഡ്മിഷൻ പോയിട്ട്. അല്ലാണ്ട് ആരും പറഞ്ഞു വിട്ടതല്ല? അല്ല. കേട്ടാ, കൊച്ചു പറഞ്ഞു കേട്ടാ, ഇവിടെ കൊച്ചിന് ആരും പറഞ്ഞു വിട്ടതൊന്നല്ല, ഇവര് നടന്നു പോയിട്ട് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ മേടിച്ചതാന്ന് അല്ലേ? ശങ്കുരു, ഇനി ഇവിടെ എനിക്ക് എന്തൊക്കെയാ കാണിച്ചു തരാൻ പോണേ? കളിപ്പാട്ടം. അന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പറയണെങ്കിൽ ഞാൻ ഇനിയും ചോക്ലേറ്റ് തരാം. ചോദിക്കട്ടെ? ശങ്കുരു ഇപ്പൊ സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ അംഗനവാടിയിൽ പോയിട്ട് പഠിച്ചത് എന്തോന്നാ? സ്കൂളിൽ പോയിട്ട് പഠിച്ചതെന്തുവാ? സ്കൂളിൽ ഒട്ടും പഠിക്കലില്ല. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതെന്താ? ഞങ്ങളെ വെറുതെ വിട്ടേക്കുവാ. സ്കൂളുകാര് ഞങ്ങളെ വെറുതെ വിട്ടേക്കണോ? അതെന്താ പഠിപ്പിക്കാത്ത? ഞങ്ങള് കുഞ്ഞിതായതുകൊണ്ട് പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ. എന്തായാലും ഇടി കിട്ടാറുണ്ടോ എവിടെന്നെങ്കിലും? ഇല്ല. ഭാഗ്യം. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എവിടെന്നെങ്കിലും സ്കൂളിൽ നിന്നോ എവിടെന്നെങ്കിലും കിട്ടിയാ? ആരെന്ന് കിട്ടിയേ? കിരണോ അമൃതവർഷിനിയുടെ സ്ഥിരം വേട്ടമൃഗമൊന്നും ആണല്ലേ? അവർക്ക് തോന്നുമ്പോ എടുത്തിട്ട് ഇടിക്കുവോ? പക്ഷെ എന്തൊരു കഷ്ടം. എവിടെയൊക്കെ ഇടിക്കാറ്? കടിക്കുവോ? ഈ ഇതിന് ആകെ ഇത്തിരി ഉള്ളു. എന്തൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്? കടിക്കും, ഇടിക്കും അല്ലേ? മൊത്തം പുറത്തേക്ക് ഇറങ്ങിയ മന്ത്രി ആന്റിയുടെ വക, സ്കൂളിൽ ചെന്ന കൂട്ടുകാരുടെ വക, ഇതെല്ലാവരും കയ്യിൽ ഇടി മേടിക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ്. ഇവിടുത്തെ കൂട്ടുകാരെ ഇടി മേടിക്കാം. കാരണം നമ്മൾ ഓടി വീടിന്റെ അകത്ത് കയറുമല്ലോ അപ്പോഴത്തേക്കും അല്ലേ? ഇവിടെ കുറ്റിയുണ്ട്. ഇവിടെ കുറ്റിയുണ്ട്. അകത്ത് ഞങ്ങൾ കുറ്റിയിടും അല്ലേ? സ്കൂളിലാകുമ്പോ കുറ്റിയിടാൻ പറ്റുള്ളൂ അല്ലേ? നമുക്ക് കുറ്റിയിടാൻ പറ്റാണ്ട് നിന്ന് ഇടിയുള്ളു തന്നെ അല്ലേ? ഓക്കെ. എന്തായാലും ശങ്കുരൂട്ടാ,
ഇനിയിപ്പോ എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാനുണ്ടോ? കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടോ? അത് എടുത്തുണ്ടോ? എനിക്ക് ഇത് മതി, ഇത് ഞാൻ നോട്ടെ. ഇവിടെ ഇരിക്കും, നോട്ടെ. ഞങ്ങള് കളിപ്പാട്ടമൊക്കെ ഉണ്ടെങ്കിലും എവിടെ പോണ്? ഇതിനുള്ള കാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. മതി മതി. ഒരു കുഞ്ഞു ഡൈനോസറും കൂടി ഉള്ളൂ. ഒരു കുഞ്ഞു ഡൈനോസറും കൂടി. ഓക്കെ, ഇപ്പൊ എല്ലായി. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നേ. എല്ലാം നമുക്ക് നിരത്തി നോക്കാം. നമുക്ക് ഇനി പുറത്തേക്ക് പോകണം, സൈക്കിൾ ഓട്ടണ്ടേ? ഈ കാർഡ്സ് ഞാൻ കൊണ്ടുപോകാം. കാർഡ്സ് വേണോ? ഡൈനോസറിനെ കൊണ്ടുപോവാം. ഒന്നും കൊണ്ടുപോകാൻ പാടില്ലേ? എനിക്ക് എന്തെങ്കിലും ഒരു കൊച്ചു സാധനം എന്തെങ്കിലും കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. അന്ന് ഈ കാറ് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇതും കൊണ്ടുപോണ്ടേ? ഓക്കെ. എങ്ങനെ നോക്കിട്ടും ഇതാണാടാ എനിക്ക് നീ തന്നത്. അതും മേടിച്ചെടുത്താ? ഓക്കെ, ഇത് ഞാൻ കൊണ്ടുപോവാം. ഇത് കൊണ്ടേക്കോട്ടെ. മനസ്സില്ല, മനസ്സോണ്ടാട്ടോ തന്നത്. കാർട്ടൂൺ നോക്കുന്നത്. ഇത് കാറ് ഈ പോക്കറ്റിൽ വെക്കാം. കാറ് വേണോ? ഇത് വേണോ? ഇനിയില്ല, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഇതും വേണോ? എന്നാ ഓക്കെ. ഓക്കെ, ഇനി ഞാനൊരു സൂത്രം കാണിച്ചട്ടെ. അമ്മേ ഇവിടെ അതല്ല, ഇനി ഒന്നും എടുക്കാനില്ല. ഞാനൊരു മാജിക് കാണിച്ചട്ടെ. ഇനി നമ്മുടെ ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. എന്നാ ഇവിടെ ഇരിക്കും. ഈ കാറ് കണ്ടോ? ഈ കാറ് ഇങ്ങനെ പുറയിലേക്ക് ഇടും. എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോ ചോക്ലേറ്റ് ആവും. എങ്ങനെയുണ്ട്? കാറ് ചോക്ലേറ്റ് ആയല്ല. ഇനി ഇത് തിരിച്ച് കാറാക്കണോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണോ? പറ, ചോക്ലേറ്റ് വേണോ കാറ് വേണോ? കാർ ഇവിടെ ഇല്ലടാ. അതേ നോക്ക്, പുറയിലുണ്ടോ? ഇല്ല, കണ്ട, ഇല്ല. അന്ന് അത് കാറാക്കി തരട്ടെ, ചോക്ലേറ്റ് കളയട്ടെ. ഇനി ചോക്ലേറ്റ് കിട്ടില്ല, വേണ്ട ചോക്ലേറ്റ് കിട്ടുമോ? അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും എന്താ നോട്ടെ. ഇവിടെ എന്തൊക്കെയുള്ളത് നോട്ടെ. സ്റ്റിക്കേഴ്സ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കാം, ചോക്ലേറ്റ് എടുക്കാം. സ്റ്റിക്കേഴ്സ് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അതെ, നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്താലോ നമുക്ക്? ഓക്കെ അല്ലേ? മാറി നോക്കോട്ടാ. സ്റ്റിക്കേഴ്സ് ആണ് സുഹൃത്തുക്കളെ, എല്ലാരും കണ്ടോ? ഓ ഞാനൊരു കില്ലാടി തന്നെ. പിന്നെ അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ചാ? ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കാലൊക്കെ നീട്ടി വെച്ചേ. നമ്മുടെ ഈ കുട്ടികളുണ്ടല്ലോ, റോട്ടിൽ ഇങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകൂലേ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ? അതൊന്ന് പറയാമോ കുട്ടികളോടൊക്കെ? അങ്ങനെ റോട്ടിൽ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ലെന്ന്. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വരണം അല്ലെ? അങ്ങനെ റോട്ടിൽ ഇടാൻ പാടില്ല. അപ്പൊ ശങ്കുരുവിന്റെ അടുത്ത വചനങ്ങളാണ് വേസ്റ്റ് ഒന്നും റോട്ടിൽ ഇടാൻ പാടില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ശങ്കുരു, നമുക്ക് ഇനി പുറത്തു പോയിട്ട് ഇനി സൈക്കിളൊക്കെ ചവിട്ടിയാലോ? ഓക്കെ, അതിന് മുമ്പ് ഒരു 2-3 കാര്യങ്ങളും കൂടി ചോദിക്കട്ടെ. ശങ്കുരു അന്ന് ബിരിയാണി അംഗനവാടിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക വിളിച്ചെന്ന് കേട്ടത് ശരിയാണോ? സിനിമയുടെ മമ്മൂട്ടി ശങ്കുരുവിനെ വിളിച്ചായിരുന്നോ? എന്നിട്ട് നേരിട്ട് കണ്ടായിരുന്നോ? നമുക്ക് താഴത്തേക്ക് ഇറങ്ങും, എന്നിട്ട് നമുക്ക് എല്ലാം കാണിച്ചിരാ. ശങ്കുരു ഇവിടെ വീണായിരുന്നോ ഒന്നാള്? എന്നിട്ട് എന്തെങ്കിലും പറ്റിയാ? എന്താ പറ്റിയേ? അതെ, ഈച്ച പറ്റിയത്. നല്ല റോഡാക്കണം എനിക്ക്. ആണോ? എല്ലായിടത്തും. ഓക്കെ, നല്ല റോഡാക്കണോ? എങ്ങനെയാക്കും? ഒരു സിമെന്റ് കട്ട തേച്ചിട്ട് നല്ല റോഡാക്കി. ഈ കൊച്ചിന്റെ അല്ലെ, കൊച്ചിന്റെ അത്രയും ചിന്തിക്കാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ. ഇതാരുടെ വീടാ? കൃഷ്ണൻ ചേട്ടന്റെ. സേഫ്റ്റി റോഡാണോ? ഇവിടെ സൈക്കിൾ പറ്റിയ കുഴപ്പമില്ല അല്ലേ? ഓക്കെ, നിന്ന് മതി. കണ്ട്. ഓ അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ശങ്കുരു. ശങ്കുരുവിനെയാണ് നമ്മുടെ മന്ത്രി ആൻറ്റി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാന്നും പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തത്തിൽ അല്ലേ എല്ലാവരും കളിയാക്കി. ശങ്കുരുവിനെ മാത്രമല്ല, ശങ്കുരുവിന്റെ അപ്പൂപ്പനെ
കഴിഞ്ഞ ദിവസം ഒരു മരിപ്പെണ്ണായിട്ട് അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതേ വന്നു രാധാമണി ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിയല്ലേ. അപ്പോൾ ശങ്കുരുവിൻ്റെ അപ്പൂപ്പനൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക ട്രോള്. പക്ഷേ അപ്പം തന്നെ ശങ്കുരു കറക്റ്റായിട്ട് ഇടപെട്ട് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അത് തിരുത്തി കൊടുത്തു അല്ലേ. ഇത് ആരാ മന്ത്രി ആൻറ്റിക്ക് ആരായിരിക്കും പറഞ്ഞു കൊടുത്തേ? അറിയില്ല കൊച്ചിന്, ആരോ തെറ്റിച്ച് പറഞ്ഞു കൊടുത്താണ്. പാവം മന്ത്രി സൗണ്ട് കേൾക്കും. അപ്പോൾ പാവം മന്ത്രി ആൻറ്റി അല്ലേ, മന്ത്രി ആൻറ്റി അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും അല്ലേ. പറയിപ്പിച്ചാണ്. അപ്പൊ എന്തായാലും പ്രശ്നം കൂടെ തീർന്നില്ലേ. അപ്പൊ ശങ്കുരുവിന്റെ പ്രശ്നങ്ങളെ കൂടെ തീർപ്പാക്കിയില്ലേ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം അംഗനവാടിയിൽ ബിരിയാണി ശങ്കുരു കൊണ്ടുവന്നു. ഇപ്രാവശ്യം വലിയൊരു പ്രശ്നം ഉണ്ടായത് ശങ്കുരു തന്നെ ഇടപെട്ട് അങ്ങ് തീർത്തു അല്ലേ. ശങ്കുരു ഇപ്രാവശ്യം നമ്മുടെ ഇന്റർവ്യൂവിൽ കുറെ മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ശങ്കുരു. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും അതുവരെ എല്ലാവർക്കും ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കൊടുത്തേ. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ബൈ ബൈ.